ഹലോ ഗുഡ് മോർണിംഗ്. ഇന്നൊരു മോർണിംഗ് വ്ലോഗാണ്. എഴുന്നേറ്റ് വന്നപ്പം ചെറുതായിട്ടൊന്ന് 6:45. ഞാൻ 6:30 സാധാരണ വരുന്നത്, ഇന്ന് കുറച്ച് ലേറ്റായി. ഡാഡി കാപ്പിയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഡാഡിക്കുള്ളത്. ഞാൻ എല്ലാം വെക്കാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സിങ്കിൽ എന്താ പാത്രമൊന്നും ശരിക്കണം. എനിക്കൊന്ന് ലാസ്റ്റ് മമ്മിയാണ് കഴിച്ച മമ്മീൻ്റെ പാത്രമാണെന്ന് തോന്നുന്നു, അതവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വേഗം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. ഞാൻ ആദ്യം പിള്ളേർക്കുള്ള കുപ്പിയിലേക്കുള്ള വെള്ളമാണ് കേട്ടോ എടുത്തു വെക്കുക. ഇന്ന് 2 കുപ്പിയേ കാണുള്ളൂ. ഒരാളുടെ കുപ്പിയില്ല. ചാക്കോച്ചനൊന്നും സ്കൂളിൽ പോകണില്ല കേട്ടോ, ചാക്കോച്ചന് വയ്യ. അപ്പോൾ ചായയും അതുപോലെ ചമ്മന്തിയും ഒക്കെ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ രാവിലെ പട്ടികളെ അഴിച്ചു വിടേണ്ട ഡ്യൂട്ടി എൻ്റെയാണ് കേട്ടോ. അപ്പോൾ എന്നെ കാത്തവരവിടെ ഇരിക്കുന്നുണ്ട്. ഒരു 6:45 7 മണിയാകുമ്പോൾ ഞാൻ തുറന്നു വിടും കേട്ടോ. പിന്നെ ചമ്മന്തി താളിച്ചു, പെട്ടെന്ന് താളിച്ചെടുത്തു കേട്ടോ. ഞാൻ ഓൾറെഡി ദോശമാവ് തലേന്ന് ആട്ടി വെക്കും, മീൻസ് അരച്ച് മിക്സിയിലൊന്ന് ഗോതമ്പ് ദോശയാണെന്നാലും ഒന്ന് മിക്സ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിള്ളേർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആദ്യം ഞാൻ റെഡിയാക്കും. ഇത് തൂമുൻ്റെ ഇതിൽ മുട്ട കാണില്ല, കാരണം തൂമുന് നോൺ വെജ് കൊണ്ടുപോകാൻ പറ്റില്ല സ്കൂളിൽ. അപ്പോൾ പാച്ചുവിന് മാത്രമേ മുട്ടയുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു 7:45 എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പരിപാടികളും കഴിഞ്ഞു. അവർക്കുള്ള ദോശ ഉണ്ടാക്കി വെച്ചു, ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചല്ലോ. എന്നിട്ട് കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വേഗം ഡ്രസ്സ് മാറണം. വേറൊന്നുമല്ല, ചാക്കോച്ചന് ഒട്ടും വയ്യ. തോമുൻ്റെ സെയിം അവസ്ഥ, ദേഹത്ത് കുരുക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനെ എന്തായാലും ഡോക്ടറിനെ കാണിക്കണം കേട്ടോ. അപ്പോൾ തോമു റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡോൺ ചേട്ടനെ കൊണ്ട് ഞാൻ ഒരാഴ്ചയായിട്ട് നിർബന്ധമായിട്ടും രാവിലെ എഴുന്നേൽപ്പിച്ച് അവനെ കുളിപ്പിച്ച് കൊണ്ടുവരേണ്ട ഡ്യൂട്ടി ഞാൻ ഡോൺ ചേട്ടന് ഞാൻ കൊടുത്തിട്ടുണ്ട്. സംഭവം ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ത്യയിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഡോൺ ചേട്ടൻ ചെയ്യും കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ നിർബന്ധമായിട്ട് ഡോൺ ചേട്ടനോട് കുളിപ്പിച്ച് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ മുഖം ചുളുങ്ങിയത് വേറൊന്നുമല്ല കേട്ടോ, സ്നാക്സ് എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ പറയാത്തതിനുള്ള പിണക്കാണ്. അപ്പോൾ തോമു ഒരുങ്ങി പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് കാണും, വേറൊന്നുമല്ല, ഞാൻ വഴി നിന്നിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ചാക്കോച്ചനെ റെഡിയാക്കി കൊണ്ടുവന്നു, ഞാനും റെഡിയായി, പാച്ചു റെഡിയായി. ഞങ്ങൾ പാച്ചുവിനെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ ഇനി പോയിട്ട് വന്നിട്ട് എന്തായി എന്നൊക്കെ ഉള്ളത് ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. എന്താണ് ചാക്കോച്ചൻ്റെ അവസ്ഥ എന്നുള്ളത്. ചാക്കോച്ചന് തീരെ വയ്യ, ആകെ ടയേർഡാണ് കേട്ടോ അവൻ. അപ്പോൾ നമുക്ക് ഹോസ്പിറ്റലിൽ പോകുന്ന വിശേഷങ്ങൾ ഇനി ആഡ് ചെയ്യാം കേട്ടോ ഞാൻ.